ദാവീദിൻ സുതൻ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോൻ അതീവ ധന്യനുമാം. ഇസ്രായേലിൻ നൃപനെന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരരെ, തപസ്സുകാല ആരംഭം മുതലുള്ള ദിവസങ്ങൾ തൊട്ട് തപശ്ചര്യയും പരസ്നേഹ പ്രവൃത്തികളും വഴി നമ്മൾ നമ്മളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നല്ലോ. ഇന്നാകട്ടെ സാർവത്രിക സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിന്, അതായത് അവിടുത്തെ പീഡാസഹനവും ഉത്ഥാനവും തുടക്കം കുറിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ രഹസ്യം പൂർത്തീകരിക്കാനാണ് അവിടുന്ന് തൻ്റെ നഗരമായ ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ അനുഗമിക്കാം. അങ്ങനെ അവിടുത്തെ കൃപ വഴി കുരിശിൽ പങ്കുചേർന്ന് നമ്മളും അവിടുത്തെ ഉത്ഥാനത്തിലും ജീവനിലും ഭാഗഭാക്കുകളാകാൻ ഇടയാകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനതീവധന്യനുമാം. ഇസ്രായേലിൻ നൃപനെന്നും ഉന്നതവിണ്ണിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനതീവധന്യനുമാം. ഇസ്രായേലിൻ നൃപനെന്നും ഉന്നതവിണ്ണിൽ ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന. കുറ്റത്തോലുകൾ താഴെ ഇടാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ എല്ലാവർക്കും അത് കൈമാറി എത്തി എന്ന കാര്യം കൂടി ഓർപ്പാക്കുക. അക്കാലത്ത് യേശു ജെറൂസലേമിലേക്കുള്ള യാത്ര തുടർന്നു. തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് അവർ ആർത്തുവിളിച്ചു.